ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഒരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ വരയ്ക്കാം. അപ്പോൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ് വരച്ചത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്, ഇവിടെയാണ് ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ്, since the input is given to the non-inverting terminal, it is called non-inverting amplifier. Okay. ഇനി രണ്ടാമത്തെ പോയിന്റ് ഔട്ട്പുട്ട്. ഇതാണ് ഔട്ട്പുട്ട് പോയിന്റ്. ഈ ഔട്ട്പുട്ട് പോയിന്റിൽ നിന്ന് ത്രൂ എ റെസിസ്റ്റർ RF ആൻഡ് R1 എന്താണ് ഈ വി നോട്ടാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് വി നോട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ വോൾട്ടേജ് അക്രോസ് R1, ദാറ്റ് ഈസ് VF. ഈ VF ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്കാണ് ഈ ഒരു സർക്യൂട്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഓപ്പൺ ലൂപ്പ്. ഈ ഫീഡ്ബാക്ക് ഇല്ലാതെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഓപ്പൺ ലൂപ്പ് എന്ന്. ആ ഓപ്പൺ ലൂപ്പിൽ വോൾട്ടേജ് ഗെയിൻ എങ്ങനെയാണ്? വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വി ക്യാൻ say it is equal to A, that is V0 divided by VID. V0 എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് പോയിന്റിലുള്ള ഇവിടുത്തെ വോൾട്ടേജ് ആണ് V0. പിന്നെ VID എന്ന് പറയുന്നത് ഈ ഒരു ഇൻപുട്ട് ഇല്ലാതെ, അതായത് ഈ ഇൻപുട്ട് ഇല്ലാതെ ഈ ഓപ്പ് ആമ്പിൻ്റെ കറക്റ്റ് ടെർമിനലിലുള്ള ഇൻപുട്ടാണ് VID. അതാണ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ is equal to ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ തൊട്ടുള്ള ഇൻപുട്ടും. ഇനി ക്ലോസ്ഡ് ലൂപ്പ് വോൾട്ടേജ് ഗെയിനിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AF എന്നാണ്. AF is equal to ഔട്ട്പുട്ട് V0 തന്നെ ഡിവൈഡഡ് ബൈ Vin. നമ്മൾ ആ ഇൻപുട്ട് സോഴ്സ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഈ Vin ആണ് അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് ഗെയിനാണ്. ഒന്ന് ഫീഡ്ബാക്ക് ഇല്ലാത്ത കേസിലുള്ള ഗെയിൻ A is equal to V0 by VID. പിന്നെ ഫീഡ്ബാക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്നത് V0 by Vin. ഇനി നമുക്കൊരു ഗെയിനും കൂടെ ഉണ്ട്, ഗെയിൻ ഓഫ് ദ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ ഗെയിൻ എങ്ങനെയാണ്? അതിനെ നമ്മൾ ബീറ്റ എന്നാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഈ ഔട്ട്പുട്ടിൽ നിന്നാണ് ഫീഡ്ബാക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ RF R1 എന്നുള്ള ഈ നെറ്റ്വർക്കാണ്, ഈ സർക്കിളിലുള്ള ഈ നെറ്റ്വർക്കാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അതിൻ്റെ ഇൻപുട്ട് V0 ആണ്, ഔട്ട്പുട്ട് VF ആണ്. അപ്പോൾ അതായത് ബീറ്റ ഇസ് ഈക്വൽ ടു VF, അതാണ് ഔട്ട്പുട്ട്, ഡിവൈഡഡ് ബൈ V0. ഓക്കെ. ഇനി ഫിഗർ നോക്കുകയാണെങ്കിൽ ഫിഗറിൽ നിന്ന് നമുക്ക് VID എന്താണെന്ന് അറിയാം. VID എന്താണ്? VID is the voltage across the two terminal. പ്ലസ് ടെർമിനലും മൈനസ് ടെർമിനലുള്ള വോൾട്ടേജ് ആണ്. പ്ലസ് ടെർമിനലിലുള്ള വോൾട്ടേജ് നമ്മൾ V1 എന്നും മൈനസ് ടെർമിനലിലുള്ള V2 എന്നും. VID എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണ്. അവിടെ V1 എന്ന് പറയുന്നത് എന്താണ്? V1 എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ, അതാണ് V1. അപ്പോൾ ഈ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു Vin, നമ്മൾ കൊടുത്ത ഇൻപുട്ടാണ് അത് വരുന്നത്. മൈനസ് V2 എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിലുള്ള ഈ വോൾട്ടേജ് ആണ്. അവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ വോൾട്ടേജ് VF ആണ്. സോ Vin മൈനസ് VF ആണ് അത് വരുന്നത്. സോ VID ഇസ് ഈക്വൽ ടു Vin മൈനസ് VF. അപ്പോൾ എപ്പോഴും ഈ ഫീഡ്ബാക്ക് വോൾട്ടേജ് കാരണം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഓപ്പ് ആമ്പിലുള്ള ഇൻപുട്ട് എന്ന് പറയുന്ന VID ഇസ് ഈക്വൽ ടു Vin നിന്നും VF മൈനസ് ചെയ്താണ്. സോ ദ ഫീഡ്ബാക്ക് ഒപ്പോസസ് ദ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് റെഡ്യൂസ് ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇനി നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്താണെന്ന് നോക്കാം. ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനിൽ ഫസ്റ്റ് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ
അപ്പോൾ നമുക്ക് എ എഫ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. അതായത് എ എഫ് ഇസ് ദ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു വി നോട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ ആണ് പറഞ്ഞത്. ഇനി വി നോട്ട് എന്താണ്? വി നോട്ട് എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ഇത് ക്ലോസ് ലൂപ്പ്. ഓപ്പൺ ലൂപ്പിന്റെ കേസിൽ എ ഇസ് ഈക്വൽ ടു വി നോട്ട് ബൈ വി ഐ ഡി ആണെന്നും അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? വി നോട്ട് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഐ ഡി എന്ന് എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എ ഈക്വൽ ടു വി വൺ മൈനസ് വി ടു എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻ മൈനസ് വി എഫ്. ഇത്രയും നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇത്ര വി നോട്ട് കിട്ടി കേട്ടോ. വി നോട്ട് എന്ന് പറയുന്നത് എ ഇൻറ്റു വി ഇൻ മൈനസ് വി എഫ് എന്ന് എഴുതി. ഇനി നമുക്ക് വി എഫ് എന്താണെന്നും കൂടി നോക്കാം. വി എഫ് എന്താണ്? വി എഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്യൂട്ടിൽ നിന്ന് വി എഫ് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജ് ആണ് വി എഫ്. ഇവിടെ ഈ ഒരു R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി. അപ്പോൾ നമുക്കറിയാം വി നോട്ട് എന്ന് പറയുന്നത് ആർ എഫിൻ്റെയും R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി നോട്ട്. അപ്പോൾ ഇതിനെ ഒരു വോൾട്ടേജ് ഡിവൈഡർ ആയിട്ട് എടുക്കാം. അത് നമ്മൾ അടുത്ത ഫിഗറിൽ വരയ്ക്കാം. അതായത് ഇവിടെ നമുക്ക് വരയ്ക്കാം. ഒരു വി നോട്ട് ഉണ്ട്. ആ വി നോട്ടിൽ നമ്മൾ ഒരു റെസിസ്റ്റർ RF ഉണ്ട്, ഇവിടെ R1 ഉണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി എഫ്. അപ്പോൾ വി എഫ് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് വി എഫ് കിട്ടുന്നത് വി എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF, or വി എഫ് ബൈ വി നോട്ട് ഇസ് ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് RF. ആൻഡ് അതിനെ നമ്മൾ ബീറ്റ എന്ന് നെയിം ചെയ്തത്. ഇനി നമുക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് വീണ്ടും ഇവിടെ ഇങ്ങോട്ട് എടുക്കാം. അതായത് വി നോട്ട് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻ മൈനസ് വി എഫ് എന്ന് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻ മൈനസ് വി എഫ്. നമുക്ക് ഈ ഇപ്പോൾ എഴുതിയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് വി എഫ് എഴുതാം. വി എഫ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? വി എഫ് ഇസ് ഈക്വൽ ടു നിന്ന് നമുക്ക് വി എഫിൻ്റെത് ഇക്വേഷൻ എഴുതാം. വി എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF എന്ന് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി നോട്ട് ഉള്ള ടേം എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക. അതായത് ദിസ് ഇസ് ഈക്വൽ ടു വി നോട്ട് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഇൻ മൈനസ് ഉണ്ട്, ഇവിടെയും വി നോട്ട് ഉണ്ട്, ഇതിലും വി നോട്ട് ഉണ്ട്. അതൊരു സൈഡിലേക്ക് വരുത്തുകയാണെങ്കിൽ വി നോട്ട് മൈനസ് എന്നുള്ള പ്ലസ് വി നോട്ട് ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ ഒരു എയും കൂടെ വരും അല്ലേ, എ ഇൻറ്റു വി. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ വി നോട്ടിനെ കോമൺ ആയിട്ട് എടുക്കാം. വി നോട്ട് ഇസ് ഈക്വൽ ടു 1 പ്ലസ് R1A ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF ഈക്വൽ ടു എ ഇൻറ്റു വി. ഇനി നമ്മൾ എ എഫ് എന്താ പറഞ്ഞത്? എ എഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട്, ദറ്റ് ഈസ് എ എഫ് ഇസ് ഈക്വൽ ടു വി നോട്ട് ബൈ വി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് വി നോട്ട് അവിടെ നിർത്തിയിട്ട് വിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താവും? എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് R1 A by R1 plus RF. So this is equal to A by 1 plus A, R1 by R1 plus RF എന്ന് പറയുന്നത് is equal to beta ആണ്. So A beta. അപ്പോൾ നേരത്തെ നമ്മൾ ഓപ്പൺ ലൂപ്പിന്റെ കേസിൽ ഗെയിൻ എന്തായിരുന്നു? ഗെയിൻ A ആയിരുന്നു. ഇപ്പോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. സോ ദ ഗെയിൻ റെഡ്യൂസ് ബൈ എ ഫാക്ടർ ഓഫ് 1 പ്ലസ് എ ബീറ്റ ടൈംസ് ഗെയിൻ റെഡ്യൂസ് ചെയ്ത്. ഓക്കെ, ഇതാണ് ഗെയിനിൻ്റെ കേസ്.
ഇതിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ ഒരു ഗെയിനിൻ്റെ ഇക്വേഷൻ, ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിനിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക വേണമെങ്കിൽ ഗെയിൻ ഇക്വേഷൻ ഫോർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം വി ഐ ഡി എന്ന് പറയുന്നത് വി നോട്ട് ബൈ എ ആണ് അല്ലേ. അതായത് നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു വി നോട്ട് ബൈ വി ഐ ഡി ആണ്, അല്ലെങ്കിൽ ഫ്രം ദിസ് വി ഐ ഡി ഇസ് ഈക്വൽ ടു വി നോട്ട് ബൈ എ. ഇനി നമുക്കറിയാം ഓപ്പൺ ലൂപ്പിൻ്റെ കേസിൽ എ ഈസ് വെരി വെരി ഗ്രേറ്റർ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ആകുമ്പോഴത്തേക്കും വി ഐ ഡി എന്താവും, വി ഐ ഡി വിൽ ബി നെഗ്ലിജിബിൾ ഓർ ഈക്വൽ ടു 0. അപ്പോൾ വി ഐ ഡി 0 എന്ന് പറഞ്ഞാൽ വി ഐ ഡി മീൻസ് V1 minus V2 is equal to 0. That is equal to V1 equal to V2 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ V1 എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻ ആണ്. V1 is equal to വി ഇൻ ആണ്. അതേപോലെ V2 is equal to എന്താണ്, V2 is equal to VF ആണ് ഇവിടെ. That is equal to R1 divided by R1 plus RF. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ V1 ഈക്വൽ ടു V2 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് Vin ഇസ് ഈക്വൽ ടു VF ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF. ഇവിടെ ഒരു V0 ഉണ്ട് അല്ലേ, V0 ഇൻറ്റു R1 ഇൻറ്റു R1 പ്ലസ്. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് എഴുതാം, V0 ബൈ Vin കണ്ടുപിടിക്കാം. അതായത് AF is equal to, with feedback AF is equal to Vin, that is equal to R1 plus RF divided by R1, that is equal to 1 plus RF by R1. അപ്പോൾ ഡിസൈൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യുക. അതായത് നമുക്കിങ്ങനെ ഒരു ഓപ്പ് ആമ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് വിന് കൊടുക്കുക, ഇവിടെയാണ് നമ്മൾ ഫീഡ്ബാക്കിൻ്റെ നെറ്റ്വർക്ക് കൊടുക്കുന്നത്. ഇത് RF ആണ്, ഇത് R1 ആണ്. അപ്പോൾ ഈ ഗെയിനനുസരിച്ച് RFൻ്റെ R1ൻ്റെ വാല്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗെയിൻ എപ്പോഴും റെഡ്യൂസ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഇനി അടുത്ത ഫാക്ടർ നോക്കുന്നത് നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് നോക്കുന്നത്. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ കേസിൽ നമുക്ക് സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കാം. ഇമ്പിഡൻസ് ആണ് RI. ഇനി ക്ലോസ് ലൂപ്പിൻ്റെ കേസിൽ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു റെസിസ്റ്റൻസ് ആണ് ക്ലോസ് ലൂപ്പ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വിത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്കത് എഴുതാം. അവിടെ സർക്യൂട്ട് നോക്കിയിട്ട് RI എന്ന് പറയുന്നതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് without feedback, അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ്, വിത്തൗട്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിനെ ഓപ്പൺ ലൂപ്പ് എന്ന് പറയാം. ഇനി RIF ആണ്. RIF is the input resistance with feedback. ഓക്കെ, ഇനി നമ്മൾ RIF എന്താണെന്ന് എഴുതാം. RIF എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് വി ഇന്നാണ് ഇൻപുട്ട്, അതായത് വി ഇന്നാണ്. അതിൽ നിന്ന് അവിടുന്ന് വരുന്ന കറണ്ട് IN ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് കിട്ടും. ഈ കറണ്ട് ഈ വി നിന്ന് ബൈ ഡിവൈഡഡ് ബൈ IN, അതായത് ഇവിടേക്കുള്ള കറണ്ടാണ് IN. ആ സെയിം കറണ്ട് തന്നെയാണ് ഈ RIയിൽ കൂടിയും പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യുക, Vin ഡിവൈഡഡ് ബൈ IN പകരം IN നമുക്ക് എന്ത് എഴുതാം, IN ഇസ് ഓൾസോ ഈക്വൽ ടു VID, അതായത് ആ ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ RI എന്ന് എഴുതാം. RI എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പിലത്തെ റെസിസ്റ്റൻസ്. ഇത് ഈക്വൽ ടു IN, കാരണം സെയിം കറണ്ട് തന്നെയാണ് ഓപ്പ് ആമ്പിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇവിടെ സെയിം കറണ്ട് തന്നെ പാസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് IN വി ക്യാൻ റൈറ്റ് ഹിയർ VID ബൈ RI. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യാം, ദിസ് ഇസ് ഈക്വൽ ടു
IF is equal to RI V in divided by VID എന്ന് നമുക്ക് എഴുതാം. ഇനി VID എന്താണ്? A എന്ന് പറയുന്ന ഗെയിൻ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് V0 by VID ആണ്. ഓർ VID is equal to V0 by A എന്ന് പറയാം. So that can be substituted here. That is RI V in divided by V0 by A എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എന്ത് എഴുതാം? എനെ മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ A ഇൻറ്റു RI ഇൻറ്റു V in divided by V0. V0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്, അതായത് വിത്ത് ഫീഡ്ബാക്ക് ഗെയിൻ കണ്ടുപിടിച്ചതാണ്. AF is equal to V0 by V in, ദാറ്റ് is equal to A by 1 plus A beta എന്ന് കണ്ടുപിടിച്ചതാണ്. അല്ലെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ V0 is equal to V in into A divided by 1 plus A beta എന്ന് നമുക്ക് എഴുതാം. So this can be rewritten as RI A V in, നോമിനേറ്റർ അതുപോലെ എഴുതാം. V0 പകരം എന്ത് എഴുതാം? V in into A divided by 1 plus A beta. അപ്പോൾ V in ക്യാൻസൽ ചെയ്യുക, A ക്യാൻസൽ ചെയ്യുക. So finally it is equal to RI into 1 plus A beta. അപ്പോൾ RI ആണ് ഓപ്പൺ ലൂപ്പിൻ്റെ. ക്ലോസ് ലൂപ്പ് ആകുമ്പോഴത്തേക്കും RI into 1 plus A beta, that is input resistance of a feedback circuit increased by a factor of 1 plus A beta. Increased by a factor of 1 plus A beta. ഇനി അടുത്തത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറയാണ് വേണ്ടത് ഫോർ എ ബെറ്റർ സർക്യൂട്ട്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ അതിന് സെയിം സർക്യൂട്ട് തന്നെ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കാണാനുള്ള റൂൾ എന്താ വെച്ചാൽ, നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് V0 കണക്ട് ചെയ്യും, എന്നിട്ട് അതിൽ നിന്നൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ R0 വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആ വോൾട്ടേജ് സോഴ്സ് ഡിവൈഡഡ് ബൈ I0 ആണ്. എന്താ കണ്ടീഷൻ? ഇൻപുട്ടിൽ നിന്നുള്ള എല്ലാ വോൾട്ടേജ്, അപ്പോൾ ഇൻപുട്ട് ഷോർട്ട് ആക്കുക, അതായത് Vൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കുക. ഇൻപുട്ട് വോൾട്ടേജ് എല്ലാം ഷോർട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു സോഴ്സ് കൊടുത്തിട്ട് ഇവിടുന്ന് മെഷർ ചെയ്യുന്ന ഇമ്പിഡൻസ്, അപ്പോൾ V0 by I0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ R0 എന്ന് പറയുന്നത് ഈ R0 എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ROF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് I0 ഇതിൽ നിന്ന് വരും. ഈ I0 നിന്ന് ഇങ്ങോട്ടുള്ള കറണ്ടിനെ നമ്മൾ IA എന്നും ഇങ്ങോട്ടുള്ള കറണ്ടിനെ നമ്മൾ IB എന്നും കൊടുക്കും. സോ ഇത് RF ആണ്, ഇത് R1. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഹിയർ I0 is equal to IA plus IB. ഇവിടെ R0 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് വെരി വെരി ലെസ് ആണ് വെൻ കമ്പയർഡ് ടു IB പാസ് ചെയ്യുന്ന R0 കൂടിയാണ് നമ്മുടെ IA പാസ് ചെയ്യുന്നത്. അപ്പോൾ IB പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RF പ്ലസ് R1 പാരലൽ വിത്ത് RI അല്ലേ. ഇവിടെ നോക്കുമ്പോൾ RF ഉണ്ട്, അതിൽ കഴിഞ്ഞാൽ R1ഉം ഈ RIയും പാരലൽ പോലെയാണ് വരിക. സോ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ R0, അപ്പോൾ കൂടുതൽ കറണ്ട് എങ്ങോട്ടാണ് പോവുക? IA എന്ന് കൂടുതൽ വരിക, കാരണം അവിടുത്തെ റെസിസ്റ്റൻസ് കുറവാണ്. സോ ഫ്രം ദിസ് IA വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ IB. അപ്പോൾ നമുക്ക് IBനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് വി ക്യാൻ അപ്രോക്സിമേറ്റ് I0 ടു IA. IB വെരി സ്മോൾ ആയിരിക്കും, കാരണം ഈ റെസിസ്റ്റൻസ് സെക്ഷൻ ലാർജർ ആണ്. ഇനി നമുക്ക് ഇവിടെ KVL എഴുതാം. KVL എഴുതുമ്പോഴത്തേക്കും ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് V0 ആണ്. അപ്പോൾ KVL എഴുതുമ്പോൾ എന്താ എഴുതുക? V0 is equal to ഈ ഒരു ലൂപ്പാണ് എഴുതുന്നത് കേട്ടോ. ഇവിടുത്തെ ലൂപ്പ് ഈ ഒരു ലൂപ്പാണ് എഴുതുന്നത്. സോ V0 is equal to IA into R0 പ്ലസ് A into VID എന്ന് വരും. ഓക്കെ, ഈ വോൾട്ടേജ് സോഴ്സ് ആണ് VID.
അപ്പോൾ ഇതിൽ നിന്ന് I naught ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I naught എന്താ കണ്ടുപിടിക്കുക? ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ I naught എങ്ങനെ കണ്ടുപിടിക്കുക? I naught R naught is equal to V naught minus A into VID, or I naught is equal to V naught minus A into VID divided by R naught എന്ന് വരും. ഇനി നമുക്ക് VID നെ നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ VID എന്ന് പറയുന്നത്? VID is equal to V naught into minus A into VID എന്ന് പറയുന്നത് ഒരു സൈഡിൽ എഴുതാം. VID is equal to V1 minus V2. ഇപ്പോൾ സർക്യൂട്ടിൽ നോക്കി നമ്മൾ ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഇൻപുട്ട് ഇവിടെ ഷോർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ Vന് 0 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 മൈനസ് V2 എന്ന് പറയുന്നത് VF ആണെന്നറിയാം. സോ മൈനസ് VF ഡിവൈഡഡ് ബൈ R naught എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷന് നമുക്ക് ഇനി ഈ സൈഡിൽ എഴുതാം. സോ ദിസ് ഈക്വൽ ടു I naught-ൻ്റെ ഇക്വേഷൻ എഴുതാം. I naught is equal to V naught minus VF-ന് എന്ത് എഴുതാം? പ്ലസ് A into VF by R naught എന്ന് എഴുതാം. Now we know what is VF. VF is equal to V naught into ബീറ്റ എന്ന് എഴുതാം. വലിയ ഇതിൽ എഴുതണ്ട. VF equal to V naught by ബീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? V naught plus A into V naught beta divided by R naught. So which implies V naught into 1 plus A beta by R naught. ഇനി നമുക്ക് V naught by നമ്മുടെ RIF ആണ്, R naught F ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു V naught by I naught ആണ്. അപ്പോൾ V naught by ഈ V naught-ഉം ഈ I naught-ഉം കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് R naught divided by 1 plus A beta. So what happens to the output impedance? The output impedance with open loop R naught ആണ്. When feedback provide ചെയ്ത് കഴിഞ്ഞപ്പോൾ it is divided by 1 plus A beta എന്നുള്ള ടേം ആണ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിട്ട് വരുന്നത്. സോ ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസ്ഡ് ബൈ 1 plus A beta. ഇനി അടുത്തത് ബാൻഡ് വിഡ്ത്ത് ആണ്. ബാൻഡ് വിഡ്ത്ത് നമ്മൾ കാണുന്നത് യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ആണ്. അത് ഓപ്പൺ ലൂപ്പിൻ്റെ കേസിൽ ഗെയിൻ A F0 ആണ് യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത്. ഇനി യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് വിത്ത് ഫീഡ്ബാക്കിൻ്റെ കേസിൽ AF ആണ് ഗെയിന്. വിത്ത് ഫീഡ്ബാക്കിനെ നമുക്ക് FF എന്ന് എഴുതാം. So these two terms, this is equation 1 and equation 2. Equation 1 ഉം 2 ഉം ഈക്വൽ ആയിരിക്കും. So AF0 is equal to AF FF. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് AF0 ഡിവൈഡഡ് ബൈ AF ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു AF0. AF എന്താണ്? A by 1 plus A BT ആണ്. നമ്മൾ വിത്ത് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് ഇതാണെന്ന് അറിയാം. A ക്യാൻസൽ ചെയ്ത്, so it will be equal to F0 into 1 plus A beta. So what happens to the bandwidth? This is the bandwidth without feedback. With feedback it is multiplied by 1 plus A beta. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്ത്. ഇനി ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് ആണ്. ഓഫ്സെറ്റ് വോൾട്ടേജ് നമുക്കറിയാം, ഓപ്പൺ ലൂപ്പിൻ്റെ കേസിൽ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടെങ്കിലും ഔട്ട്പുട്ടിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഫീസായിട്ട് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഗെയിന് A ആയിരുന്നു. ഇപ്പോൾ ഗെയിന് മാറിയിട്ട് A by 1 plus A beta ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 1 plus A beta. സോ ദ ഓഫ്സെറ്റ് വോൾട്ടേജ്, ടോട്ടൽ ഓഫ്സെറ്റ് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ 1 plus A beta. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ പാരാമീറ്റേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത്? സമ്മറൈസ് ചെയ്യാം.
സമ്മറൈസ് ചെയ്യുമ്പോൾ ഗെയിൻ എ ആയിരുന്നത് എ ബൈ 1 പ്ലസ് എ ബീറ്റ ആയി. സോ ഗെയിൻ റെഡ്യൂസ്ഡ്, സ്റ്റേബിളായി. അടുത്തത് ഇൻപുട്ട് ഇമ്പിഡൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ആയിരുന്നു. ഫീഡ്ബാക്ക് കൊടുത്തപ്പോഴത്തേക്കും RI ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ്ഡ്, അത് അഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 ആയിരുന്നു, അത് R0 ബൈ 1 പ്ലസ് എ ബീറ്റ ആയിട്ട് കുറഞ്ഞു. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഏത് സർക്യൂട്ടിനും കുറവാണ് വേണ്ടത്, എന്നാലാണ് മാക്സിമം ട്രാൻസ്ഫർ നടക്കുള്ളൂ. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഈസ് റെഡ്യൂസ്ഡ്. ഇനി ബാൻഡ്വിഡ്ത്ത് F0 ആയിരുന്നു, അത് മാറിയിട്ട് F0 ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്നായി. സോ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ്ഡ്. ഇനി ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, അത് പ്ലസ് ഓർ മൈനസ് VSAT ആയിരുന്നു. ഗെയിൻ റിഡ്യൂസ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ ബി ചേഞ്ച് ടു പ്ലസ് ഓർ മൈനസ് VSAT ഡിവൈഡഡ് ബൈ, VSAT എന്ന് പറഞ്ഞാൽ VCC ആണ് കേട്ടോ, സാച്ചുറേഷൻ വോൾട്ടേജ് നമ്മൾ കൊടുത്ത പവർ സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ, അതും റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും റെഡ്യൂസ് ചെയ്തു.